നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMR ലെക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തുകയാണ്. കണ്ണൂരിലെ സ്വത്തുവകകളിലൊക്കെ തന്നെ ഈട് നടത്തിയ ആ രഹസ്യ അന്വേഷണം അത് വെറുതെയല്ല. വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി ED ഓഫീസിൽ അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേസിലെ പ്രധാന പ്രതികളായ CMRL അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ലിമിറ്റഡ് കമ്പനി അധികൃതരുടെ സ്വത്തുക്കളും ഇതോടൊപ്പം കണ്ടുകെട്ടിയേക്കും. കണ്ണൂരിൽ രഹസ്യ പരിശോധന നടന്നതും സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചതും വെറുതെയല്ല. സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂർ ജില്ലയിലെ പിണറായി പാതിരിയാട് വില്ലേജുകളിൽ നേരിട്ടെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. പിണറായി പാറമ്പ്രം റോഡിൽ വീണ വിജയന്റെ പേരിൽ ഏകദേശം 80 സെന്റ് സ്ഥലമുണ്ടെന്നാണ് EDക്ക് ലഭിച്ച വിവരം. ഇത് സംബന്ധിച്ച രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും ED സംഘം അന്ന് പരിശോധിച്ചിരുന്നു. ഈ ഭൂമിയും വീണയുടെ ഉടമസ്ഥയിലുള്ളതാണെന്നാണ് സൂചന. നേരത്തെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ 1.5 ലക്ഷം രൂപ അടങ്ങിയ ബാങ്ക് അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭൂസ്വത്തുകളിലേക്ക് അന്വേഷണ സംഘം തിരിയുന്നത്. 130 കോടിയുടെ കള്ളപ്പണ ഇടപാടും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധവും ED അന്വേഷിക്കും. 2019 ജനുവരിയിൽ CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവന്നത്. കമ്പനിയുടെ കണക്കുകളിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് നൽകിയ പണവും ഉൾപ്പെടുന്നു. യാതൊരുവിധ IT കൺസൾട്ടൻസി സേവനങ്ങളും നൽകാതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് 2.78 കോടി രൂപ വ്യാജ പേയ്മെന്റുകളായി എക്സാലോജിക്കിന് കൈമാറിയെന്നാണ് കേസ്. സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന വിലയിരുത്തലിലാണ് ED ഈ നടപടി വേഗത്തിലാക്കുന്നത്. കടുത്ത നടപടിക്ക് ദക്ഷിണ മേഖലാ മേധാവിയുടെ നിർദ്ദേശമുണ്ടെന്ന വിവരവും വരുന്നു. കേസിൽ ഒട്ടും സമയം കളയാതെ അന്വേഷണം വേഗത്തിലാക്കാനും കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായ പ്രശാന്ത് കുമാർ കൊച്ചി യൂണിറ്റിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രമുഖരുടെ മക്കൾ ഉൾപ്പെട്ട കേസ് ആയതിനാൽ അതീവ രഹസ്യമായും എന്നാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ED നീങ്ങുന്നത്. സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിച്ചു വരുത്തുന്നത് ഉൾപ്പെടെയുള്ള ഈ അടുത്ത ഘട്ടത്തിലേക്കാണ് ED കടക്കുമെന്ന സൂചന പുറത്തുവരുന്നത്. മാസപ്പടി കേസിൽ വീണയുടെ അറസ്റ്റിന് മുന്നോടിയായി EDയുടെ നിർണായക നീക്കങ്ങൾ വരുന്നു. കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന പിണറായി വിജയന്റെ മകൾ വീണയുടെ ആസ്തി വിവരങ്ങൾ ED ശേഖരിച്ചതോടുകൂടിയാണ് കേസിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെ തുടരന്വേഷണ നടപടികളെ കുറിച്ച് യോഗത്തിൽ തീരുമാനം ഉണ്ടായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ നിർണായക അവലോകന യോഗമാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണത്തിന് തുടർ നടപടികളാണ് പ്രധാനമായും ചർച്ചയാവുക. കേസുമായി ബന്ധപ്പെട്ട് വീണയെ 2 തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെ കുടുംബത്തിലെ ആസ്തി വിവരങ്ങൾ ED ശേഖരിച്ചു കഴിഞ്ഞു. വീണ പറഞ്ഞതിന്റെ 10 മടങ്ങ് അനധികൃത സ്വത്ത് വീണയുടെ അക്കൗണ്ടുകളിലും ബിനാമി അക്കൗണ്ടുകളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം യോഗത്തിൽ ചർച്ചാ വിഷയമായി. സംഭവത്തിലെ ഗൂഢാലോചന, തുടർ നിയമ നടപടികൾ എന്നിവയും യോഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. EDയെ ആക്രമിക്കാനുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണയ്ക്കുള്ള കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയും വീണയും നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണിത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യം ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് EDയോട് വീണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നീട്ടിയത്. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ED പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന പരിശോധന നടത്തിയിരുന്നു. വീണയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനിയുടെ ഡയറക്ടർമാരായ കരിമണൽ കർത്ത കുടുംബത്തെയും ചോദ്യം ചെയ്തിരുന്നു. MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, വീണയ്ക്ക് വായ്പ നൽകിയ എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരായ ഷിബി S കർത്ത, മകൻ ശരൺ S കർത്ത, മരുമകൻ അനിൽ ആനന്ദ് പണിക്കർ എന്നിവരടക്കം 6 പേരാണ് ചോദ്യം ചെയ്തത്. 2024 ആരംഭിച്ച ഈ അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ ED രേഖപ്പെടുത്തിയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRL
CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് കളമൊരുങ്ങിയത്. അന്വേഷണത്തിനെതിരെ നേരത്തെ CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വളരെ വിപുലമായ മാനദണ്ഡമുള്ള കേസുകളാണിതെന്നുമാണ് ED കോടതിയിൽ വാദിച്ചത്. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങൾ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. വരുന്നയാഴ്ച വീണയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. വീണയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമോ അതോ റിമാൻഡ് ചെയ്യുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മാസപ്പടി വാങ്ങിയത് എന്ത് സേവനമാണ് കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്തതെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വീണയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. വെറുതെ എന്തിന് പണം പറ്റിയെന്ന ചോദ്യത്തിനും ഉത്തരവുണ്ടായില്ല. വീണയ്ക്ക് മാസപ്പടി ലഭിച്ചുവെന്നത് മാത്രമല്ല, കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ വഴിവിട്ട് സഹായങ്ങൾ നൽകി എന്നതും മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം ശക്തമാകാൻ തന്നെയാണ് EDയുടെ നീക്കം. കേസിൽ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും സാധ്യതയുള്ളതായി അറിയുന്നു. ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെ ED ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്നത് വെറുതെയല്ല എന്ന് വ്യക്തമാവുകയാണ്.